ചില സമയത്തെങ്കിലും ലൈഫ് അൺഫെയർ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ചില സമയത്തിൽ ഒരുപാട് സമയത്തൊന്നായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ അവർ നമ്മളെ മറന്നുപോയിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ സൗകര്യപൂർവ്വം മറന്നുപോയിട്ടുണ്ടാവും. അതിന് പല പല കാരണങ്ങളുണ്ട്. പലപ്പോഴും ഈ കാരണങ്ങളൊന്നും വലിയ കാര്യമുള്ള കാരണങ്ങളല്ല. അതൊന്ന്. ഇപ്പം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സൂര്യകുമാർ യാദവിനെ T20 ക്യാപ്റ്റൻസിന്ന് മാറ്റി. ഈ T20 ക്യാപ്റ്റൻസിന്ന് മാറ്റി, ഓക്കെ, പുതിയ ക്യാപ്റ്റൻ വന്നു, ശ്രേയസർ വന്നു, അടുത്ത വേൾഡ് കപ്പ് മുമ്പിൽ കണ്ടിട്ടാണ് യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കണം, ഇതൊക്കെ ഓക്കെ. ഇതിന് മുമ്പ് ആക്ച്വലി 1-2 പ്ലേയേഴ്സിന് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇവർ പെട്ടെന്ന് എവിടെ പോയി എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അജിങ്ക്യ രഹാനെയാണ് അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് നമ്മളൊരു 36 റണ്ണിന് ഓൾ ഔട്ട് ആയത് ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഓൾ ഔട്ട് ആയപ്പോൾ വിരാട് കോഹ്ലിക്ക് ആ സമയത്ത് വൈഫിൻ്റെ പ്രസവം ആ കാര്യം ഉള്ളതുകൊണ്ട് പുള്ളിക്ക് പോകണമെന്ന് ആദ്യമേ പറഞ്ഞിരുന്ന കാര്യമാണ്. വിരാട് കോഹ്ലിയുടെ തെറ്റ് നല്ല ടൈം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പോയേ പറ്റുള്ളൂ, ഫാമിലി കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പോയി. 36 ഓൾ ഔട്ട് ആയിട്ടിരിക്കുന്ന ടീമാണ്, നാണം കെട്ടിരിക്കുന്ന ടൈം. ആ സമയത്ത് എല്ലാവരും ഓസ്ട്രേലിയ തന്നെ സീരീസ് തൂത്തുവായിരുന്നൊക്കെ പറഞ്ഞിട്ട് അജിങ്ക്യ രഹാനെ സ്റ്റെപ്പിൻ ചെയ്യുന്നു. ഈ ടെസ്റ്റാന്ന് ആലോചിക്കണം. എന്നിട്ട് നമ്മൾ ആ സീരീസ് ജയിക്കുന്നു. അജിങ്ക്യ രഹാനെ 122 അങ്ങനെ എന്തോ സ്കോറൊക്കെ അടിക്കുന്നുണ്ട്. ഗംഭീര ക്യാപ്റ്റനായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച വിരാട് കോഹ്ലി കഴിയുമ്പോൾ അജിങ്ക്യ രഹാനെ വരുന്ന. പക്ഷേ വിരാട് കോഹ്ലി പോകുന്നതിന് മുമ്പേ അജിങ്ക്യ രഹാനെ കാണാണ്ടായി. എനിക്കത് മനസ്സിലായില്ല. പെട്ടെന്ന് അദ്ദേഹത്തെ ടെസ്റ്റ് ടീമിൽ നിന്ന് മാറ്റുന്നു, പുതിയ പ്ലേയേഴ്സ് വേണമെന്ന് പറയുന്നു. ഞാൻ അത് വിട്. മൂന്നാമത്തെ ഒരു പ്ലെയറെ കൂടി ഞാൻ പറഞ്ഞുതരാം. പ്രഗ്യാൻ ഓജ. ഒരിടയ്ക്ക് നമ്മുടെ ഗംഭീര സ്പിന്നറായിരുന്നു, വിക്കറ്റ് കിട്ടുന്നുണ്ട്, റണ്ണ് കൊടുക്കുന്നില്ല, അടിപൊളി ബോളർ. ഇദ്ദേഹം നല്ല പീക്കിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്ന് മാറ്റുന്നു, പുതിയ യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കാനാണ്. ശരി, യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ എന്തിനാണ് ഇത്ര പെട്ടെന്ന് മാറ്റുന്നത്? അവരെ ഫുള്ള് യൂട്ടിലൈസ് ചെയ്യണ്ടേ? ഇപ്പോൾ ഈ 3 പേരുടെ കാര്യത്തിൽ ഇവർ ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു എൻഡിങ് അല്ല സംഭവിച്ചിട്ടുള്ളത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സൂര്യകുമാർ യാദവിനെ മാറ്റണ്ട എന്നുള്ള പക്ഷക്കാരനല്ല ഞാൻ. അദ്ദേഹത്തിന് ഒരു ചാൻസും കൂടെ കൊടുത്തിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള യാത്ര അയപ്പുണ്ടല്ലോ, അത് ചെയ്യാമായിരുന്നില്ല എന്നുള്ളത് എൻ്റെ ചോദ്യം. അജിങ്ക്യ രഹാനെ, അദ്ദേഹത്തിന് ഒരു ഫെയർവെൽ മാച്ച് കൊടുത്തില്ല. അത്രയും നാളും ഈ പുറത്തുള്ള കണ്ടീഷൻസിലൊക്കെ ഇത്ര നന്നായിട്ട് ബാറ്റ് ചെയ്ത ഒരു ബാറ്റ്സ്മാൻ, അല്ലെങ്കിൽ ഇന്ത്യനെ ഒരു നാണക്കേടിന്ന് രക്ഷിച്ചൊരു പ്ലെയർ, അവർക്കൊക്കെ ഒരു ഫെയർവെൽ മാച്ച് കൊടുക്കുക, അവരെ വേണ്ട പോലെ ട്രീറ്റ് ചെയ്യുക. എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമുള്ളത്, ഇത്രയും വലിയ പൊസിഷനൊന്നും അല്ലെങ്കിൽ നന്നായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരുന്ന ഈ പ്രഗ്യാൻ ഓജനെ പെട്ടെന്ന് മാറ്റിയപ്പോൾ അദ്ദേഹം എവിടെ പോയി, എങ്ങോട്ട് പോയി? എപ്പോഴും ഒരിക്കലും അദ്ദേഹം റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞു. അതങ്ങനെയല്ലല്ലോ വേണ്ടത്. പലപ്പോഴും പല പ്ലേയേഴ്സിന് അവർക്ക് പോകാനുള്ളൊരു ഒരു ഫെയർവെൽ മാച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അറിയണം അവരിപ്പോൾ കഴിഞ്ഞു എന്നുള്ളത്. ഈ സൂര്യകുമാർ യാദവിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ്. അദ്ദേഹം വേൾഡ് കപ്പ് ജയിച്ചു, ഒരു സീരീസ് ലീഡ് ചെയ്തു, ഫോം ഔട്ട് അദ്ദേഹം എടുത്ത് തട്ടി.